ഡിയർ +2 കോമേഴ്സ് സ്റ്റുഡൻസ്, മുൻ വർഷങ്ങളിലെ 7 പൊതുപരീക്ഷകളുടെ ബിസിനസ് സ്റ്റഡീസ് ചോദ്യപേപ്പറുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വീഡിയോ ആണിത്. 2018 മാർച്ച്, 2018 ജൂൺ, 2019 മാർച്ച്, 2019 ജൂൺ, 2020 മാർച്ച്, 20 ജൂലൈ, 2020 മോഡൽ എന്നീ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളിൽ നിന്നും 13 ചാപ്റ്ററുകളിലെയും ചോദ്യങ്ങൾ വേർതിരിച്ചെടുത്ത് അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തി 13 വീഡിയോകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ മൂന്നാമത്തെ ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം 2018 ജൂൺ മാസത്തിൽ നടന്ന സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ്. കംപ്ലീറ്റ് ദ സീരീസ് ഗ്ലോബലൈസേഷൻ, ഇൻറ്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമീസ് ഓഫ് ദ വേൾഡ് ഇൻ ടു എ ഗ്ലോബൽ എക്കണോമി, ലിബറലൈസേഷൻ ഡാഷ്. അതായത് സീരീസ് പൂർത്തീകരിക്കുക, ആഗോളവൽക്കരണം, വിവിധ സമ്പദ് വ്യവസ്ഥകളെ സംയോജിപ്പിച്ചുകൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. മിനിമൈസ് ദ ഗവൺമെൻറ്റൽ റെസ്ട്രിക്ഷൻസ് ഓർ ഫ്രീ ദ ലൈസൻസിങ് സിസ്റ്റം. അടുത്ത ചോദ്യം 2019 ജൂൺ മാസത്തിൽ നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക അന്തരീക്ഷത്തിന് ഉദാഹരണമേത്? എ സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, ബി ലേബർ ലോസ്, സി ലിറ്ററസി റേറ്റ്, ഡി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. കറക്റ്റ് ആൻസർ ഈസ് ലിറ്ററസി റേറ്റ്. മൂന്നാമത്തെ ചോദ്യം 2020 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇൻറ്ററാക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എക്കണോമി ഈസ് ടേംഡ് ആസ് ഡാഷ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി ബന്ധിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡാഷ്. എ ലിബറലൈസേഷൻ, ബി ഗ്ലോബലൈസേഷൻ, സി പ്രൈവറ്റൈസേഷൻ, ഡി ഡിമോണിറ്റൈസേഷൻ. കറക്റ്റ് ആൻസർ ഈസ് ഗ്ലോബലൈസേഷൻ. അടുത്ത ചോദ്യം 2 മാർക്കിൻ്റെതാണ്. 2018 മാർച്ച് മാസത്തിൽ നടന്ന പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. There is a heavy demand for fast food restaurants in Kerala due to the change in lifestyle of the people. Describe the environment affected here. ജീവിതശൈലി മാറിയതിൻ്റെ ഭാഗമായി കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളിൽ ഫാസ്റ്റ് ഫുഡിന് ഡിമാൻഡ് വർദ്ധിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ഘടകം ഏതാണ്? ആൻസർ സോഷ്യൽ എൻവയോൺമെൻറ്റ്. Social environment describes the characteristics of the society in which the organization exists. Next question is also a 2-mark question. 2019 മാർച്ച് മാസത്തിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. താഴെ പറയുന്ന ഇനങ്ങൾ ബിസിനസ് പരിസ്ഥിതിയുടെ ഏത് ഘടകങ്ങളിൽ ഉൾപ്പെടും എന്ന് എഴുതുക. ലിറ്ററസി റേറ്റ്, പബ്ലിക് ഡെറ്റ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, rate of savings and investment, birth rate and death rate. Answer of this question: literacy rate, social environment, public debt, internal and external, economic environment, rate of savings and investment, economic environment, birth and death rate, social environment. 2020 ജൂലൈയിൽ നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അടുത്തത്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ലിസ്റ്റ് ഔട്ട് എനി 4 സ്പെസിഫിക് ഫോഴ്സസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് പരിസ്ഥിതിയിൽ പ്രത്യേകമായതും പൊതുവായതുമായ ശക്തികൾ ഉൾക്കൊള്ളുന്നു. ബിസിനസ് പരിസ്ഥിതിയിലെ ഏതെങ്കിലും 4 പ്രത്യേകമായ ശക്തികളുടെ പട്ടിക തയ്യാറാക്കുക. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്. അടുത്തതും ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2020 നടന്ന മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. എക്സ്പ്ലെയിൻ എനി 2 ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് പരിസ്ഥിതിയുടെ ഏതെങ്കിലും 2 പ്രാധാന്യങ്ങൾ എഴുതുക. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്.
ഇനി പറയുന്ന ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യങ്ങളിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതുക. ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു ഐഡൻറ്റിഫൈ ത്രെറ്റ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ, കോപ്പിംഗ് വിത്ത് ചേഞ്ചസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് പെർഫോമൻസ്, ഹെൽപ്ഫുൾ ഇൻ ടാപ്പിംഗ് ആൻഡ് അസംബ്ലിംഗ് റിസോഴ്സസ്. അടുത്ത 2 ചോദ്യങ്ങൾ മാർച്ച് 2019, ജൂലൈ 2020 എന്നീ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച ഒരേ ചോദ്യമാണ്. 3 മാർക്കാണ് ഇതിനുള്ളത്. ഒന്നാമത്തത്, എക്സ്പ്ലെയിൻ എനി 3 ഇമ്പാക്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ മാറിയത് മൂലം ബിസിനസ്സിനും വ്യവസായങ്ങൾക്കുമുണ്ടായ ഏതെങ്കിലും 3 അനന്തരഫലങ്ങളെപ്പറ്റി വിവരിക്കുക. അടുത്തത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ ബിസിനസ് ഫേംസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ എക്കണോമിക് പോളിസി ഓഫ് ഗവൺമെൻറ് ഇൻ 1991. 1991 സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളിലുണ്ടായ മാറ്റം മൂലം ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏതെങ്കിലും 3 വെല്ലുവിളികൾ ചുരുക്കി വിവരിക്കുക. ഈ ചോദ്യങ്ങളുടെ ആൻസർ: ഇമ്പാക്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ്, ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ, മോർ ഡിമാൻഡിംഗ് കസ്റ്റമേഴ്സ്, rapidly changing technological environment, necessity for change, need for developing human resources, market orientation, loss of budgetary support to the public sector. ഇതിൽ നിന്നും ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതി വിവരിക്കുക. 2020 നടന്ന മോഡൽ എക്സാമിന് ചോദിച്ച 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അടുത്തത്. The Government of India announced ceasing the legal tender of ₹500 and ₹1,000 on 8th November 2016. 2016 നവംബർ 8-ന് 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി. നെയിം ദ പോളിസി ആക്ഷൻ ടേക്കൺ. ഈ സർക്കാർ നയത്തിൻ്റെ പേരെന്താണ്? സ്റ്റേറ്റ് എനി 2 ഇമ്പാക്ട്സ് ഓഫ് ദിസ് ആക്ഷൻ ഇൻ അവർ കൺട്രി. ഈ നടപടി രാജ്യത്തുണ്ടാക്കിയ ഏതെങ്കിലും 2 പ്രത്യാഘാതങ്ങൾ എഴുതുക. നമുക്കിനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകളുടെ നിയമസാധുത റദ്ദാക്കിയ സർക്കാർ നടപടിക്ക് ഡീമോണിറ്റൈസേഷൻ എന്നാണ് പറയുക. ഈ നടപടിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ചെക്ക് ടാക്സ് ഇവേഷൻ. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ചാനലൈസ് സേവിങ്സ് ഇൻ ടു ദ ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം. Demonetization has been used as a tool to stabilize a currency and fight inflation. It is an effective method to create less cash or cash-light economy. It is an effective method to push informal economic activity into more transparency and away from black markets. ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് എഴുതുക. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെതാണ്. 2018 മാർച്ച് മാസത്തെ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. Describe any 4 dimensions of business environment with suitable examples. ബിസിനസ് പരിസ്ഥിതിയുടെ ഏതെങ്കിലും 4 ഘടകങ്ങൾ അനുയോജ്യമായ ഉദാഹരണ സഹിതം വിവരിക്കുക. നമുക്കിതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്: എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. ഇതിലേതെങ്കിലും 4 ഫാക്ടേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ഉദാഹരണ വീതം നൽകുക. ഇതും 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. 2018 ജൂൺ മാസം നടന്ന സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ബിസിനസ് എൻ്റർപ്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. വൈ? ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ പരിസ്ഥിതിയെപ്പറ്റി പഠിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. It helps a firm to identify threats and early warning signals. It helps in assisting in planning and policy formulation, coping with changes. It helps in improving performance, helpful in tapping and assembling resources. അടുത്തത് 2019 ജൂൺ മാസം നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണിത്. ആദ്യം നമുക്ക് എ പാർട്ടിലുള്ളത് നോക്കാം. ലീഗൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഇനി ബി, കോമ്പോസിഷൻ ഓഫ് ഫാമിലി, സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ലിബറലൈസേഷൻ. ഇനി നമുക്ക് ഉത്തരം നോക്കാം. ലീഗൽ എൻവയോൺമെൻറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, എക്കണോമിക് എൻവയോൺമെൻറ്റ്, ലിബറലൈസേഷൻ, സോഷ്യൽ എൻവയോൺമെൻറ്റ്, കോമ്പോസിഷൻ ഓഫ് ഫാമിലി, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്.
ഈ വീഡിയോയിലെ അവസാന ചോദ്യമാണിത്. 2020 മാർച്ച് മാസത്തിൽ നടന്ന പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണിത്. നേരത്തെ 3 മാർക്കിന് ചോദിച്ച അതേ ചോദ്യമാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ച് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ എനി 5 ഇമ്പാക്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഇൻ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. സർക്കാർ നയത്തിലെ മാറ്റങ്ങൾ ഇന്ത്യൻ ബിസിനസ്സിലും വ്യവസായത്തിലും ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക. ഏതെങ്കിലും 5 എണ്ണം. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പാക്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ്: increasing competition, more demanding customers, rapidly changing technological environment, necessity for change, need for developing human resources, market orientation, loss of budgetary support to the public sector. ഇതിലേതെങ്കിലും 5 പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ഇതോടെ തീരുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ പ്ലാനിംഗ് എന്ന 4ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം.